ഇന്നത്തെ അറിയിപ്പുകൾ. കേരള PSC ജൂലൈ 18-ന് റദ്ദ് ചെയ്ത പരീക്ഷയുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു. ചോദ്യപേപ്പർ വിതരണത്തിലെ തകരാറിനെ തുടർന്ന് ജൂലൈ 18-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ട പരീക്ഷയായിരുന്നു റദ്ദാക്കിയത്. അന്നേ ദിവസം രാവിലെ 10 മുതൽ 11:35 വരെ നടന്ന ആലപ്പുഴ ജില്ലയിലെ ലജ്നത്തുൽ മുഹമ്മദിയ HSS സ്കൂളിലെ സെന്റർ 2-വിൽ നടന്ന പരീക്ഷയും റദ്ദാക്കിയിരുന്നു. പരീക്ഷയുടെ രണ്ടാം ഘട്ടവും ലജ്നത്തുൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കായുള്ള പുനഃപരീക്ഷയും ഓഗസ്റ്റ് 22-ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഓഗസ്റ്റ് 22-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷ നവംബർ 21-ലേക്ക് മാറ്റിവെച്ചു. വിശദാംശങ്ങൾ PSC ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. SBI ഫൗണ്ടേഷന്റെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 15 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് നേടാൻ അവസരം. SBI ഫൗണ്ടേഷൻ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026-ന് അപേക്ഷ ക്ഷണിച്ചു. രാജ്യത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 9ാം ക്ലാസ് മുതൽ +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, MBBS, IIT, IIM, വിദേശ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് 75% മാർക്കോ 7.5 CGPAയോ നേടിയിരിക്കണം. സ്കൂൾ വിദ്യാർത്ഥികളുടെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയും കോളേജ് വിദ്യാർത്ഥികളുടേത് 6 ലക്ഷം രൂപ വരെയും ആയിരിക്കണം. സ്കോളർഷിപ്പ് തുക 15,000 രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 4-ആണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTCയുടെ പ്രിയദർശിനി സർവീസുകളിൽ തട്ടിപ്പെന്ന് പരാതി. 0 ടിക്കറ്റുകൾ പുരുഷ യാത്രക്കാർക്ക് നൽകി പണം തട്ടുന്നതായാണ് റിപ്പോർട്ട്. KSRTCയുടെ പ്രിയദർശിനി സർവീസുകളിൽ വനിതാ യാത്രക്കാർക്ക് അനുവദിച്ചിട്ടുള്ള സൗജന്യ 0 വാല്യൂ ടിക്കറ്റുകൾ പുരുഷ യാത്രക്കാർക്ക് നൽകി പണം തട്ടിയെടുക്കുന്നതായി വ്യാപക പരാതി. പുരുഷന്മാരിൽ നിന്ന് യാത്രാക്കൂലി പൂർണ്ണമായി ഈടാക്കിയ ശേഷം ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനിൽ സൗജന്യ ടിക്കറ്റ് പ്രിന്റ് ചെയ്തു നൽകുകയാണ് ജീവനക്കാർ ചെയ്യുന്നത്. പുരുഷന്മാർ നൽകുന്ന ടിക്കറ്റ് തുക ജീവനക്കാർ സ്വന്തം കീശയിലാക്കുന്നതായാണ് പരാതി. മെഷീനിൽ രേഖപ്പെടുത്തുന്ന സൗജന്യ ടിക്കറ്റിന്റെ തുക സർക്കാരിൽ നിന്ന് KSRTCക്ക് ലഭിക്കേണ്ട തുകയെ കണക്കാക്കുകയും ചെയ്യും. യാത്രക്കാർ ടിക്കറ്റിലെ വിവരങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്നത് മുതലെടുത്താണ് തട്ടിപ്പെന്നും പരാതി. ആലുവ പറവൂർ റൂട്ട് ബസ്സിൽ യാത്ര ചെയ്ത തമിഴ്നാട് സ്വദേശിക്ക് 0 വാല്യൂ ടിക്കറ്റാണ് ലഭിച്ചത്. പിന്നീട് ടിക്കറ്റ് ശ്രദ്ധിച്ചപ്പോൾ കാര്യം മനസ്സിലാവുകയും KSRTC കൺട്രോൾ സെന്ററിൽ ഇമെയിൽ വഴി പരാതിപ്പെടുകയും ചെയ്തു. പൊന്നാനി പാലക്കാട് റൂട്ടിൽ 8 പുരുഷന്മാർക്ക് സൗജന്യ ടിക്കറ്റ് നൽകിയ സംഭവത്തിൽ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ KSRTC വിജിലൻസ് പ്രിയദർശിനി ബസ്സുകളിൽ പരിശോധന ഊർജിതമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ പുതിയ വൈദ്യുതി കണക്ഷനുകളുടെ സർവീസ് ചാർജുകളിൽ മാറ്റം വരുത്താനൊരുങ്ങി KECB. കണക്റ്റഡ് ലോഡിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കുന്നതിന് നിരക്ക് നിർദ്ദേശിച്ച് റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. വൈദ്യുതി കണക്ഷന് കണക്റ്റഡ് ലോഡിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കുന്നതിന് നിരക്ക് നിർദ്ദേശിച്ച് KECB റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. നേരത്തെ കണക്ഷന് വേണ്ട പോസ്റ്റുകളുടെയും മറ്റുപകരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഫീസ് നിശ്ചയിച്ചിരുന്നത്. KECBയുടെ ശുപാർശ അംഗീകരിച്ചാൽ വീടുകളിൽ കണക്ഷൻ എടുക്കാൻ 560 രൂപ മുതൽ 5,400 രൂപ വരെയാണ് വിവിധ സ്ലാബുകളിലെ വർധനവ്. സുരക്ഷാ കൂടുതലുള്ള ഏരിയൽ ബെഞ്ച്ഡ് കേബിൾ ഉപയോഗിച്ചാൽ നിലവിലെ ഫീസിനേക്കാൾ കിലോവാട്ടിന് 15% വീതം അധികം നൽകണം. ഗാർഹിക സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കാൻ നിലവിൽ 5 കിലോവാട്ട് വരെ 1,950 രൂപയായിരുന്നു. ഇത് 3 സ്ലാബുകളിലായി തിരിച്ച് 2,500 മുതൽ 5,000 രൂപ വരെയാണ് KECB നിർദ്ദേശിച്ചത്. 3 ഫേസിൽ 5 മുതൽ 10 കിലോവാട്ട് വരെ 4,642 രൂപയായിരുന്നു. ഇത് 2 സ്ലാബുകളിലായി 8,000 മുതൽ 10,000 രൂപ വരെയുമാക്കി. ശുപാർശ പരിശോധിച്ച ശേഷം റെഗുലേറ്ററി കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.